ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ സമരത്തിന് പിന്നിൽ ചില ഉദ്യോഗസ്ഥരുടെ ഇടപെടലുണ്ടായെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ. സമരക്കാരെ കുത്തിയിളക്കിവിട്ട ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുണ്ടാകും. എല്ലാത്തിനും മുകളിൽ ക്യാമറ പോലെ തന്നെ കണ്ണുകൾ ഉണ്ടാകുമെന്നും ഉദ്യോഗസ്ഥർക്ക് മന്ത്രിയുടെ മുന്നറിയിപ്പ്. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരങ്ങൾക്ക് പിന്നാലെ ഉണ്ടായ സമരങ്ങൾക്ക് പിന്നിൽ മോട്ടോർ വാഹന വകുപ്പിലെ തന്നെ ചില ഉദ്യോഗസ്ഥരെന്ന വിമർശനമാണ് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ മുന്നോട്ട് വെക്കുന്നത്. ഈ ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കുന്നതിനെതിരെ സമരം ചെയ്തവരെ കൂടിയ ഉദ്യോഗസ്ഥന്മാരെ എല്ലാവരും കൈകാര്യം ചെയ്യും. ലിസ്റ്റുണ്ട്, എണ്ണി വെച്ചിട്ടുണ്ട്. അവരെ വേറെ കാര്യങ്ങൾ പറഞ്ഞ് പിടിക്കും, ഒരു സംശയം അതിനകത്ത് വേണ്ട. കാരണം ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് അവസാനം ഈ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും സമ്മതിച്ചു, ശരിയാണ്, നല്ല ലൈസൻസ് കൊടുക്കണം, മന്ത്രി പറഞ്ഞാൽ ശരി. കൊല്ലത്തടക്കം മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാർ ഡ്രൈവിംഗ് സ്കൂളുകാരെ ഇളക്കി വിട്ടു. 10 ലക്ഷത്തിലധികം ലൈസൻസ് കെട്ടിക്കിടക്കുന്നുവെന്നത് ശരിയല്ല. 2,26,000 ലൈസൻസ് മാത്രമാണ് ഇനി നൽകാനുള്ളത്. റേഷൻ കാർഡ് പോലെ ലൈസൻസ് വാരിക്കോടി നൽകാൻ കഴിയില്ലെന്നും കെ ബി ഗണേഷ് കുമാർ. നല്ലൊരു കാര്യത്തിന് വേണ്ടിയാണ്, അഴിമതി നടത്താനല്ല. നല്ല ലൈസൻസ്, നമ്മുടെ മക്കളാണ്, ജീവിതമാണ് ഈ റോഡിൽ പിടിക്കുന്നത്. ഇതെന്തോ റേഷൻ കാർഡാണോ ഇങ്ങനെ അങ്ങ് കൊടുക്കാൻ? സർക്കാർ പ്രഖ്യാപിച്ച എല്ലാവർക്കും റേഷൻ കാർഡ്, അടുത്ത 1 മണിക്കൂറിനുള്ളിൽ റേഷൻ കാർഡ്, 24 മണിക്കൂറിൽ റേഷൻ കാർഡ് കൊടുക്കും എന്ന് സർക്കാർ പ്രഖ്യാപിച്ചാൽ കേൾക്കാൻ രസമുണ്ട്. അല്ലാതെ 3.5 കോടി ജനങ്ങൾക്കും ഒരാഴ്ച കൊണ്ട് ലൈസൻസ് കൊടുത്തു, ഡ്രൈവിംഗ് ലൈസൻസ് കൊടുത്ത് തീർക്കും എന്ന് പറയുന്നത് നമ്മുടെ ഒരു അന്തസ്ത്രീയാണെന്നല്ല. ഒറ്റ ദിവസം 126 ലൈസൻസും ഫിറ്റ്നസും ടെസ്റ്റ് ചെയ്ത ഉദ്യോഗസ്ഥൻ മോട്ടോർ വാഹന വകുപ്പിലുണ്ട്. ഇത് വകുപ്പിന് തന്നെ നാണക്കേടാണ്. ഡ്രൈവിംഗ് പരിശീലനം കൂടാതെ കൈതെളിയിക്കാൻ സ്കൂളുകാർ അധിക തുക വാങ്ങുകയാണ്. ഇത് അംഗീകരിക്കാൻ കഴിയില്ല. ഈ ഡ്രൈവിങ്ങിനെ ഏർപ്പെടുത്തുന്ന ഫീസ് എല്ലാം കൂടാതെ കൈ തെളിയാൻ ഒരു ഫീസുണ്ട്. 1 മണിക്കൂറിന് 600 രൂപ 700 രൂപ വാങ്ങിക്കുന്നുണ്ട് ആൾക്കാർ. സ്വന്തമായി വണ്ടി വാങ്ങിച്ചെങ്കിൽ ആ പണം കൂടി ചെലവഴിച്ച് കൈ തെളിയാതെ സ്വന്തം വണ്ടി എടുത്താൽ വണ്ടി കയ്യാലപ്പുറത്തിരിക്കും. സ്വന്തം വണ്ടി ഇടിക്കുമ്പോൾ ഒരു ദണ്ണമുണ്ട്. അതുകൊണ്ട് എല്ലാവരും ചെയ്യുന്നത് കഴിഞ്ഞ് കൈ തെളിയാൻ വേറെണ്ണം. അതുകൊണ്ട് കൈ തെളിയാത്തവർക്ക് ആരെങ്കിലും ലൈസൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കൈ നല്ല തെളിയുന്നവരെ എഴുതിക്കും എന്നതിൽ ഒരു സംശയമില്ല. എല്ലാത്തിനും മുകളിൽ ക്യാമറ പോലെ തന്റെ കണ്ണുകൾ ഉണ്ടാവും. വെറുതെ പിടിക്കപ്പെട്ട് നടപടി വാങ്ങരുതെന്നും ഉദ്യോഗസ്ഥർക്ക് മന്ത്രിയുടെ ഓർമ്മപ്പെടുത്തൽ. 24 കൊല്ലം.